നമസ്കാരം. നൊബേൽ പുരസ്കാരം നേടിയ ഇന്ത്യക്കാരിൽ പ്രസിദ്ധനായ ഒരു വ്യക്തിത്വമാണ് കൈലാസ് സത്യാർത്ഥി. കുട്ടികളുടെ രക്ഷകൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. 60 വയസ്സിനകം 80,000-ലധികം കുട്ടികൾക്ക് വളർത്തച്ഛനായ ഒരു മനുഷ്യൻ. അതാണ് കൈലാസ് സത്യാർത്ഥി എന്ന ഇന്ത്യക്കാരൻ. ലോകം അദ്ദേഹത്തെ അതിശയത്തോടും അതിനപ്പുറം ആദരവോടും നെഞ്ചേറ്റാൻ പ്രധാന കാരണം അദ്ദേഹം കുട്ടികളുടെ രക്ഷകനായതിനാലാണ്. 2014 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം പാകിസ്ഥാൻ്റെ മലാല യൂസഫ്സായിക്കൊപ്പം പങ്കുവച്ച വ്യക്തിത്വമാണ് കൈലാസ് സത്യാർത്ഥിയുടേത്. മികച്ച ശമ്പളത്തോടുകൂടി അധ്യാപക ജോലി വേണ്ടെന്ന് വെച്ച് ബാലവേലയിൽ വലിച്ചെറിയപ്പെട്ട 10,000-കണക്കിന് കുട്ടികളുടെ സംരക്ഷിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട മധ്യപ്രദേശുകാരൻ്റെ കഥയാണ് കൈലാസ് സത്യാർത്ഥിയുടേത്. 1954 ജനുവരി 11 മധ്യപ്രദേശിലെ വിദിഷയിലാണ് കൈലാസ് സത്യാർത്ഥി ജനിച്ചത്. പഠന വിഷയം എഞ്ചിനീയറിംഗ് ആയിരുന്നു. ഉപരിപഠനത്തിനു ശേഷം ഭോപ്പാലിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപകനായി. മികച്ച ജോലിയും ഉയർന്ന ശമ്പളവും എല്ലാ ജീവിത സൗകര്യങ്ങളും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടും കൈലാസ് സത്യാർത്ഥി അതെല്ലാം ഉപേക്ഷിച്ച് ചെറുപ്രായം മുതൽ തൻ്റെ ചുറ്റുപാട് കണ്ടുവരുന്ന അനീതികളും കുട്ടികൾ അനുഭവിക്കുന്ന ബാലവേല പോലെയുള്ള ദുരിതങ്ങളും കൈലാസ് സത്യാർത്ഥിയെ അസ്വസ്ഥനാക്കി. അങ്ങനെ 26-ാമത്തെ വയസ്സിൽ ആരും കൊതിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപന ജോലി ഉപേക്ഷിച്ച് സത്യാർത്ഥി തെരുവിലേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. 1980 ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയ്ക്ക് രൂപം നൽകി. കൂടാതെ ബോണ്ടഡ് ലേബർ ലിബറേഷൻ ഫ്രണ്ട് എന്ന സംഘടനയുടെ സെക്രട്ടറി ജനറൽ സ്ഥാനവും ഏറ്റെടുത്തു. ഇന്ത്യയിൽ ബാലവേലയ്ക്കെതിരെ കർശന നിയമങ്ങളുണ്ടെങ്കിലും തൊഴിലുടമകളും ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ അത് ശ്രദ്ധിക്കാറേയില്ല. തുച്ഛമായ ശമ്പളത്തിന് കൂടുതൽ പണിക്കാരെ കിട്ടുന്നത് കൊണ്ട് ഫാക്ടറി ഉടമകൾ ബാലവേല പ്രോത്സാഹിപ്പിക്കാനാണ് പതിവ്. അതിന് പറയുന്ന കാരണം കുടുംബത്തിലെ ദാരിദ്ര്യവും പട്ടിണിയുമാണ്. അത് കാരണം കുട്ടികൾ എന്തു സഹിച്ച് ജോലിക്ക് പോവുകയും ആ ജോലികൾ അപകടകരമായ ജോലികൾ പോലും മോശമായ സാഹചര്യത്തിൽ അവർ ചെയ്യേണ്ടി വരുന്നു. ഈ കാഴ്ചയാണ് കൈലാസ് സത്യാർത്ഥിയുടെ ബാലവേലയ്ക്കെതിരെ കുട്ടികളുടെ രക്ഷകനായി വരാനുള്ള കാരണം. കൈലാസ് ശർമ്മ എന്നായിരുന്നു കൈലാസ് സത്യാർത്ഥിയുടെ ആദ്യ പേര്. ഇദ്ദേഹത്തിന് ഫ്രീഡം പുരസ്കാരം, ഗോൾഡൻ ഫ്ലാഗ് പുരസ്കാരം, അങ്ങനെ രാജ്യാന്തര പുരസ്കാരങ്ങൾ കൈലാസ് സത്യാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ട്. കുട്ടികളെ കൊണ്ട് തൊഴിൽ ചെയ്യിക്കുന്നവരുടെ പേടി സ്വപ്നമായി മാറത്തക്ക പ്രവർത്തനമാണ് കൈലാസ് സത്യാർത്ഥി ചെയ്തത്. ബാലവേലയ്ക്കെതിരെ എഴുതുകയോ പ്രഭാഷണം നടത്തുകയോ ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല. മറിച്ച് ഒരു സംഘം ആളുകളെ കൂട്ടി കുട്ടികളെ കൊണ്ട് ബാലവേല ചെയ്യിക്കുന്ന വ്യവസായശാലകൾ റെയ്ഡ് ചെയ്യിക്കുകയായിരുന്നു കൈലാസ് സത്യാർത്ഥിയുടെ രീതി. അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ പതുക്കെ ഫലം കണ്ടു തുടങ്ങി. പല ഫാക്ടറികളും ബാലവേലക്കാരെ പൂർണ്ണമായി ഒഴിവാക്കാൻ തുടങ്ങി. ഇവിടെ ബാലവേലയില്ല എന്ന ബോർഡ് ആ സ്ഥാപനത്തിൻ്റെ പുറത്ത് സ്ഥാപിക്കുവാൻ തുടങ്ങി. ദാരിദ്ര്യം കാരണമാണ് കുട്ടികളെ ജോലിക്ക് വിടുന്നതെന്ന വാദത്തോട് കൈലാസ് സത്യാർത്ഥിക്ക് ഒട്ടും യോജിപ്പില്ല. കുട്ടികളുടെ ജീവിതം ഹോമിച്ചല്ല ദാരിദ്ര്യത്തിന് പരിഹാരം കാണേണ്ടതെന്ന് അദ്ദേഹം പറയുന്നു. കുട്ടികൾക്ക് ആരോഗ്യകരമായ ജീവിത സാഹചര്യവും വിദ്യാഭ്യാസവും ലഭിക്കുവാൻ ആവശ്യമായ ക്ഷേമ പദ്ധതികൾ സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകൾ ആവിഷ്കരിക്കണമെന്നാണ് കൈലാസ് സത്യാർത്ഥി ആവശ്യപ്പെടുന്നത്. 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ സർക്കസിൽ പങ്കെടുപ്പിക്കരുതെന്ന സുപ്രീം കോടതി വിധിക്ക് പിന്നിലും കൈലാസ് സത്യാർത്ഥി എന്ന കുട്ടികളുടെ രക്ഷകൻ്റെ ഇടപെടലാണ്. ബാലവേലയിൽ നിന്ന് മോചിപ്പിച്ച് പുനരധിവാസ കേന്ദ്രങ്ങളിലാക്കിയ പല കുട്ടികളും നല്ല വിദ്യാഭ്യാസവും നല്ല ജോലിയും ലഭിച്ച് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിയിട്ടുണ്ട്. കൈലാസ് സത്യാർത്ഥി
ചിൽഡ്രൻസ് ഫൗണ്ടേഷൻ, ഗുഡ് വീവ് ഇൻ്റർനാഷണൽ തുടങ്ങിയ സംഘടനകളിലൂടെ ഇന്ന് ബാലവേലയ്ക്കെതിരെ രാജ്യാന്തര തലത്തിൽ പ്രവർത്തിക്കുന്നു. സമാധാനത്തിനുള്ള നൊബേലിന് പുറമെ ധാരാളം രാജ്യാന്തര ബഹുമതികളും കൈലാസ് സത്യാർത്ഥിയെ തേടിയെത്തിയിട്ടുണ്ട്. 2014 സമാധാന നൊബേൽ പുരസ്കാരം കൈലാസ് സത്യാർത്ഥിക്കൊപ്പം പങ്കുവച്ചത് മലാല യൂസഫ്സായി ആണ്. ഇത് കുട്ടികളെ ബാലവേലയിൽ നിന്ന് പിന്തിരിപ്പിച്ച് ബാലവേലയിൽ നിന്ന് അവരെ വിമുക്തരാക്കി അവരെ സംരക്ഷിച്ച് അവരുടെ രക്ഷകനായി മാറിയ ഒരു ഇന്ത്യക്കാരൻ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയ ഒരു ചെറിയ വിവരം നിങ്ങളുമായി പങ്കുവച്ചു. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.